നേരത്തെ ഡാൻ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് തിരുവനന്തപുരത്ത് 3 വയസ്സുകാരനെ അമ്മയുടെ രണ്ടാനച്ഛൻ അതിക്രൂരമായി പൊള്ളലേൽപ്പിച്ചത്. തിളച്ച ചായ ദേഹത്തൊഴിച്ചാണ് ആ കുഞ്ഞിന് പൊള്ളലേറ്റത് എന്ന വാർത്ത ഡാൻ കുര്യൻ റിപ്പോർട്ട് ചെയ്തത്. ആ കുഞ്ഞിന്റെ അച്ഛൻ ഇപ്പോൾ ന്യൂസ് 18നോട് പ്രതികരിച്ചിട്ടുണ്ട്. ഭാര്യയുടെ രണ്ടാനച്ഛൻ മദ്യപിച്ചെത്തി തുടർച്ചയായി കുഞ്ഞിനെ മർദ്ദിച്ചിരുന്നുവെന്നും ചൂട് ചായ ദേഹത്തൊഴിച്ച സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചുവെന്നും കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞു. തന്റെ ഭാര്യയോടും ഇയാൾ ക്രൂരത കാട്ടാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അമ്മയുടെ രണ്ടാനച്ഛന്റെ ക്രൂരതയ്ക്കിരയായി ഗുരുതരമായി പരിക്കേറ്റ് ചൂട് ചായ നെഞ്ചത്ത് ഒഴിച്ചതിനെ തുടർന്ന് SIT ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന 3 വയസ്സുകാരൻ്റെ അച്ഛൻ അഭിജിത്ത് ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു, ഞാനും എൻ്റെ ഭാര്യ സ്ഥലത്തില്ലായിരുന്നു. വൈഫ് ബാംഗ്ലൂർ അവിടെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ 1 മാസത്തേക്ക് കുഞ്ഞിനെ വൈഫിൻ്റെ അമ്മയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ചതാണ്. അപ്പോൾ വൈഫിൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു കുഞ്ഞ് നിന്നിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 24-ാം തീയതി രാത്രി ഒരു 7 മണിയോടുകൂടി വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചിന് ദേഹത്ത് ചൂടുവെള്ളം എന്തോ വീണു, പെരുകട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എടുക്കാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലെ SITയിലോട്ട് വിട്ടിരിക്കുന്നു പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ദേഹം മൊത്തം ഒരു സൈഡ് മൊത്തം പൊള്ളിയ നിലയിലാണ്. അപ്പോൾ കൊച്ചെന്നെ കണ്ട് ഉടനെ കരഞ്ഞുകൊണ്ട് അച്ഛാന്നും പറഞ്ഞ് വിളിച്ച് എനിക്ക് വയ്യ, പൊള്ളി, എന്ത് പറ്റി മക്കളെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അപ്പാപ്പയും ചായ ഒഴിച്ചു തന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് ചോദിച്ച് തീരുന്നതിന് മുന്നേ വൈഫിൻ്റെ അമ്മ കൊച്ചിനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നത് എപ്പോഴതിൻ്റെ ദേഹത്ത് ഒഴിച്ചെന്ന് കൊച്ചിനോട് ദേഷ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളെ ഡോക്ടർമാർ നഴ്സുമാരൊക്കെ പുറത്ത് നിൽക്കാൻ പറഞ്ഞു. കൊച്ചിനെ വാർഡിലോട്ട് മാറ്റിയതിന് ശേഷം ഞങ്ങൾ പോയി ചോദിച്ചതിന് ശേഷം കൊച്ചൊന്നും പറയുന്നില്ല. കൊച്ചിനെ പറഞ്ഞ് പേടിപ്പിച്ച് വന്നപ്പോൾ കൊച്ചു നല്ല പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വൈഫ് ഇത് അവിടെ നിന്ന് ജോലി സ്ഥലത്തൊക്കെ പറഞ്ഞതിന് ശേഷം വൈഫ് ഇഞ്ഞ് വന്നായിരുന്നു. വൈഫ് ഇഞ്ഞ് വന്നു. വൈഫിൻ്റെ അടുത്തൊന്നും ആദ്യം കൊച്ചു പോകാൻ കൂട്ടാക്കിയില്ല. കൊച്ചു നല്ല പേടിച്ച് എല്ലാം ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും വൈഫും കൂടെയൊക്കെ പിന്നെ വന്ന് കൊച്ചിന് ഒരു സമാധാനമായി. കൊച്ചു പിന്നെ അതിന് ശേഷം കൊച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ ഞങ്ങളോട് വഴക്ക് പറയില്ലേ, എന്നെ അടിക്കില്ലേ എന്നൊക്കെ കൊച്ചു കരഞ്ഞും വിളിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ദേഹത്ത് വെള്ളം വീണല്ല, അപ്പാപ്പ ചൂട് ചായ ഒഴിച്ചതാണെന്ന് പറഞ്ഞു. അത് എന്താണ് കാരണം? അത് കൊച്ചു അങ്കമാടി പോകുന്നുണ്ട്. അപ്പോൾ അങ്കമാടി ഇട്ട് വരുന്നതാണ്. കൊച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരെ സ്ഥിരം ഒരു മദ്യപാനിയാണ്. ആ ഡെയിലി വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. കൊച്ചു അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല ഇയാൾക്ക്. ഇയാൾ ഇതിന് മുന്നേ എൻ്റെ അടുത്ത് ഇയാളുടെ അമ്മയെ ഇയാളൊക്കെ വിളിച്ച് കൊച്ചിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ 2 പേരും അടുത്തല്ലല്ലോ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു ചാല പൂക്കടയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഈ പുള്ളിക്കാരെ സ്ഥിരം കൊച്ചിന് ഉപദ്രവം ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പിന്നീടാണ് അറിഞ്ഞത്. ഞങ്ങളെ കണ്ടതിന് ശേഷമാണ് കൊച്ചി ഞങ്ങളോട് കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ നിന്നൊക്കെ സാറുമാർ വന്ന് കൊച്ചിൻ്റെ മൊഴിയൊക്കെ എടുത്തു. അവരോട് കൊച്ചി കാര്യം പറഞ്ഞു, എൻ്റെ ദേഹത്ത് ചായ ഒഴിച്ചു തന്നു സാറേ എന്നൊക്കെ അവർക്ക് മൊഴിയൊക്കെ കൊടുത്തു. ഇവിടെ ചൈൽഡ് ലൈനിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരെ ഇതിന് മുന്നേ ഇതുപോലെ തന്നെ എൻ്റെ വൈഫിനോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുകയും അമ്മയുടെ കൂടെ 2 ദിവസം എൻ്റെ വൈഫ് നിൽക്കാൻ പോയ സമയത്ത് അവിടുന്ന് വീട്ടിൽ നിന്ന് രാത്രി അടിച്ചിറക്കുകയും വൈഫിനെ ഉപദ്രവിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരെ. അപ്പോൾ ഇതിനെ ചൊല്ലി നമ്മൾ അയാളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചതൊക്കെയാണ്. പക്ഷേ പുള്ളിക്കാരൻ എപ്പോഴും വീട്ടിൽ പ്രശ്നമാണ്, മദ്യപിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾ ഈ ചൈൽഡ് ലൈന് പരാതി കൊടുത്തിട്ട് ആദ്യം എടുക്കാൻ തയ്യാറായില്ല, അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? ഇല്ല, അങ്ങനെ അവർ അപ്പോഴേ കേസ് ചൈൽഡ് ലൈനിൽ അവർ എടുത്തായിരുന്നു. അവരിവിടെ വന്നു, എല്ലാവരും വന്നു മണ്ണതല സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ സാർമാരെല്ലാം വന്ന് കൊച്ചിൻ്റെ മൊഴിയെടുത്തു. അതുപോലെ ചൈൽഡ് ലൈനിൽ നിന്നൊക്കെ അവരൊക്കെ വന്നു. അവരൊക്കെ വേണ്ട സഹായങ്ങളെല്ലാം നല്ലപോലെ ചെയ്തു തരുന്നുണ്ട്. എല്ലാ സഹായങ്ങളും നല്ലപോലെ. ചികിത്സ എങ്ങനെയുണ്ട്? കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? കുഞ്ഞിന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. മുറിവ് നല്ലപോലെ ഉണ്ട്. ഒരു സൈഡ് ഫുള്ള് പുള്ളിയുണ്ട്. കൊച്ചിന് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എത്രത്തോളം പൊള്ളലേറ്റോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ആന്തരിക അവയവങ്ങൾക്ക് അത് വയറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഫുള്ള് കാലിൻ്റെ തുടവരെ ഭാഗം വരെ ഫുള്ള് പൊള്ളിയ നിലയിലാണ്. അപ്പോൾ ഈ ചികിത്സ എങ്ങനെയാണെന്നാണ് ഡോക്ടർമാരെന്താണ്? ചികിത്സ ഇല്ല, നല്ലപോലെ ചികിത്സിക്കുന്നുണ്ട് ഡോക്ടർമാരെല്ലാം. എപ്പോഴും വന്ന് കുഞ്ഞിനെ നോക്കുന്നുണ്ട്, വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എത്രയും പെട്ടെന്ന് കുഞ്ഞ് സുഖം പ്രാപിക്കട്ടെ. എന്തായാലും ആ 3 വയസ്സുകാരനോടാണ് മദ്യപിച്ചെത്തിയ കുഞ്ഞിൻ്റെ അമ്മയുടെ രണ്ടാനച്ഛൻ ഇങ്ങനെ ഒരു ക്രൂരത കാണിച്ചത് എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത. എന്തായാലും നിയമം കൃത്യമായ നടപടികൾ എടുത്തുകൊണ്ട് ആ രണ്ടാനച്ഛനെതിരെ, ഇത്തരം നീചമായ ഒരു പ്രവൃത്തി ചെയ്ത ആ രണ്ടാനച്ഛനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നത് അത് സമൂഹത്തിന് മുഴുവൻ മാതൃകയാകുന്ന ഒരു നടപടിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.